ഓം ഹരിശ്രീ ഗണപതയേ നമ. അഭിഘ്നമസ്തു. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ഗുരുനാഥൻ തുണ ചെയ്ക സന്തതം, തിരുനാമങ്ങൾ നാവിന്മേലെപ്പോഴും. പിരിയാതെ ഇരിക്കണം നമ്മുടെ നരജന്മം സഫലമാക്കിയിടുവാൻ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന, കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരി. അച്യുതാനന്ദ ഗോവിന്ദ മാധവ, സച്ചിദാനന്ദ നാരായണ ഹരി. നമുക്ക് ഭാഗവത കീർത്തനം ചൊല്ലാം. അത് ചൊല്ലിയാൽ ഇതെന്താ ചൊല്ലേണ്ടത്, ഇത് നമ്മൾ അങ്ങനെ ആയിത്തീരുക. ഇത് മനസ്സിലാക്കിയിട്ട് ഇതിൻ്റെ അർത്ഥം ഗ്രഹിച്ചിട്ട് നമ്മൾക്കത് മനസ്സിലാക്കി പഠിക്കാനുള്ളതാണ്. ഇത് ഭാഗവത കീർത്തനം നമ്മളെ വിവേകം ഉണ്ടാക്കി നമ്മൾ എന്താണെന്ന് തിരിച്ചറിയുക, അതിനുള്ളതാണ് ഇത്. ഭഗവാനിൽ രമിക്കണമെങ്കിൽ ഇത് പഠിക്കണം. എന്നാലേ നമുക്ക് ഈശ്വരനെ അറിഞ്ഞ് ഈശ്വരനെ സ്നേഹിച്ച് ഉള്ളിൽ ഭഗവാനുമായിട്ട് ലയിക്കാൻ പറ്റും. നാരായണ ജയ നാരായണ ജയ നാരായണ ജയ വരദ ഹരേ കൃഷ്ണ. നാരായണ തവ പാദ സരോജം അകമേ വിലസുക. നാരായണ ജയ. കരളിൽ വിവേകം കൂടാതെ കണ്ട് അരനിമിഷം ബത കളയരുതാരും. മരണം വരുമിനിയെന്നു നിനഞ്ചിഹ മരുവുക സതതം. നാരായണ ജയ. കാണുന്നു ചിലർ പലതുമുപായം, കാണുന്നില്ല മരിക്കുമിതെന്നും. കാൺകിലും ഒരു നൂറ്റാണ്ടിനകത്തിൽ എന്നേ കാണൂ. നാരായണ ജയ. കിമപി വിചാരിച്ചിടുകിൽ മാനുഷ ജന്മനി വേണം. മുക്തി വരേണ്ടുകിൽ കൃമിജന്മത്തിലും എളുതായി വരുമീ വിഷയസുഖം ബത. നാരായണ ജയ. കീഴിൽ ചെയ്ത ശുഭ അശുഭ കർമ്മം മേലിൽ സുഖദുഃഖത്തിനു കാരണം. സുഖമൊരു ദുഃഖം കൂടാതെ കണ്ട് ഒരുവനുമുണ്ടോ. നാരായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായണ ജയ വരദ ഹരേ കൃഷ്ണ. നാരായണ തവ പാദസരോജം അകമേ വിലസുക. നാരായണ ജയ. 4 ഖണ്ഡികയാണ് നമ്മൾ ചൊല്ലിയത്. അതിൻ്റെ 4ൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാക്കി അത് അനുസരിച്ച് ഓരോ ചൊല്ലുമ്പോഴും നമ്മൾ അങ്ങനെ പഠിച്ചെടുക്കണം. എപ്പോഴും പൂർണ്ണമായ അർത്ഥത്തിൽ നാശരഹിതമായ ചൈതന്യം. അപ്പോൾ കരളിൽ വിവേകം കൂടാതെ കണ്ടാര നിമിഷം പോലും കളഞ്ഞൂടാ. എന്താ ഈ ചൈതന്യം? പരമാത്മാവ്, ഈശ്വരൻ പരമാത്മാവ്. എന്താണ് ഉണ്മ? ഉണ്മ എന്ന് പറഞ്ഞാൽ ചൈതന്യം. അത് നമ്മളിലെല്ലാം വ്യാപിക്കും. ആ ഭഗവാൻ പരമാത്മാവിൻ്റെ ആ ചൈതന്യം അത് നശിക്കാത്തതാണ്. എന്നാലോ നാശമുള്ളത് എന്താണ്? നമ്മളെ ജഡമാണിത്. ഈ ലോകത്തിൽ നമ്മളെല്ലാം ഉണ്ടായതാണ്. ഈ ചൈതന്യം ഒഴിച്ച് പരമാത്മാവ് ഇവിടെ ഉള്ളതാണ്. അതിന് നാശമില്ല. എന്നാൽ ഉണ്ടായതാണ്. നമ്മളെ ഒരു അമ്മയും അച്ഛനും ശരീരം തന്നു, ശരീരം തന്നുള്ളത് ഈ ഉണ്മ, ഈ ചൈതന്യമൊക്കെ പരമാത്മാവിൽ നിന്നുണ്ടായതാണ്. ഈ ശരീരം പോകുമ്പോൾ ശരീരം അങ്ങ് നശിക്കും. എന്നാൽ ആ ഉണ്മ ഇവിടെ തന്നെ ഉണ്ട്, പരമാത്മാവോട്ട് ലയിച്ചിരിക്കും. അത് മാത്രം നശിക്കാത്തത്, ബാക്കിയെല്ലാം നശിക്കുന്നതാണെന്ന് ഉള്ള തിരിച്ചറിവാണ്. അപ്പോൾ നാശരഹിതമായ ചൈതന്യം പരമാത്മാവ്, നാശമുള്ളതായ ജഡത്തെയും സംബന്ധിച്ച തിരിച്ചറിവാണ് വിവേകം. ചിലർ പറയും ഒരു അറിവില്ല, ഒരു വിവേകമില്ലാത്ത കുട്ടി എന്ന് പറയത്തില്ലേ? അതിതാണ് സത്യത്തിൽ കാര്യം. നമ്മൾ യഥാർത്ഥത്തെ തിരിച്ചറിയണം. യഥാർത്ഥം എന്താ? ഈശ്വരൻ പരമാത്മാവ് എന്താണ്, നമ്മൾ ഓരോരുത്തരും എന്താണ്, നമ്മളെ ദേഹം എന്താണ്, ദേഹത്തിൻ്റെ ഉള്ളിലേക്ക് വസിക്കുന്നത് ആരാണ്, ഇതിൻ്റെ തിരിച്ചറിവാണ്. അപ്പോൾ ദേഹത്തിൻ്റെ ഉള്ളിൽ വസിക്കുന്ന പരമാത്മാവായ ചൈതന്യമാണ്. ആ ചൈതന്യം ദേഹം നശിച്ച് ഇല്ലാതെ പോകും. അത് പ്രപഞ്ചത്തിലെ ഈ പഞ്ചഭൂതത്തിൽ നിന്നെല്ലാം എടുത്തുണ്ടാക്കിയ ഒരു വസ്തുവാണ് നമ്മുടെ ദേഹം. ആ മൺകുടം പോലെ
ഒരു കുടം മണ്ണ് കുഴച്ചുണ്ടാക്കുന്ന പോലെ ഉള്ളൊരു കുടം തന്നെയാണ് നമ്മുടെ ദേഹം. ആ കുടത്തിനകത്ത്, ആ ദേഹത്തിനകത്ത് സ്ഥിതി ചെയ്യുന്ന ആ ഉണ്മ, ചൈതന്യം മാത്രമേ ഉള്ളൂ നശിക്കാത്തത്. ദേഹം എപ്പോഴും വീണുടഞ്ഞു പോകും. ദേഹം അത് മണ്ണിനോട് എങ്ങനെ നമ്മൾ ഉണ്ടായി, നമ്മൾ പഞ്ചഭൂതമായിരിക്കുന്ന വെള്ളവും വായുവും അഗ്നി, ചൂടും മണ്ണും എല്ലാം കൂടെ കയറി ഉണ്ടാക്കിയതാണ്. ഭൂമി നിൽക്കുന്ന ആഹാരമാണ് ഇതിനെല്ലാം എടുക്കുന്നത്. അപ്പം എല്ലാം കൊണ്ടും തികഞ്ഞ ഒരു വസ്തു എന്തോ ദേഹം, പഞ്ചഭൂതം. അത് നശിക്കുമ്പോൾ അതിൽ ഈ മണ്ണിൽ തന്നെ ലയിച്ചങ്ങ് മാറുന്നു. ഒന്നീ അഗ്നിക്ക് ഭസ്മമായി പോകുന്നു, അല്ലെങ്കിൽ കൃമികീടങ്ങൾ തിന്ന് നശിക്കുന്നു, ചെതലൊക്കെ എടുത്ത് തിന്നുന്നു, അല്ലെങ്കിൽ പക്ഷികൾ കഴുകൻ കൊത്തിയൊലിച്ച് എങ്ങനെയും നമ്മളെ ഈ ഭൂമി തന്നെ അങ്ങ് ലയിക്കും, അല്ല അത് നശിക്കും. പക്ഷേ എന്താ നാശമില്ലാത്തത്? ചൈതന്യമായിരിക്കുന്ന ഉണ്മ, പരമാത്മാവ്. അത് രണ്ടിനെയും തിരിച്ചറിയുക. ദേഹം എന്താണ്, ചൈതന്യമായിരിക്കുന്ന ഈശ്വരൻ എന്താണെന്ന് തിരിച്ചറിയതാണ് വിവേകം. ആ തിരിച്ചറിവ് ഇല്ലാതെ അല്പസമയം പോലും പാഴാക്കി കളയരുതേ എന്നാണ് ഇവിടെ പറയുന്നത്. അതാണ് നമ്മൾ പഠിക്കാൻ. ഇതാണ് ഞാൻ ഇത് പാഠമാണ്. ഇത് നമ്മൾ പഠിച്ചെടുക്കണം. ഇത് നമ്മൾ അങ്ങനെ തീരുമ്പോഴാണ് ഈശ്വരനെ നമ്മൾ തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കി ഈശ്വരനായിട്ട് ലയിച്ച് ഏകമായി തീരാൻ പറ്റുന്നത്. അപ്പോൾ ഈ തിരിച്ചറിവ് എന്ത് വേണം? ഒരു സമയം പോലും നമ്മുടെ ഉള്ളിൽ നിന്ന് പാഴിക്കളയാതെ, സമയം കളയാതെ എപ്പോഴും ചിന്തിക്കണം. നമ്മുടെ ഉള്ളിൽ ഈശ്വരനാണ് വസിക്കുന്നത്, ഈശ്വരനാണ് വസിക്കുന്നത്. നമ്മൾ എന്ത് കർമ്മം ചെയ്യുമ്പോഴും നമ്മളെ ഉള്ളിൽ പരമാത്മാവാണ് ഉള്ളത് എന്നുള്ള ചിന്തയിലേക്കും നമുക്ക് ഏത് സമയത്തും നമുക്ക് മരണം ഉണ്ടാവും. നമ്മൾ ജനിച്ചാൽ അത് 90, 100-നകത്തോ അന്ന് തന്നെയോ പിറ്റേന്ന് തന്നെയോ 6 മാസം കഴിഞ്ഞിട്ടോ 10 വർഷം കഴിഞ്ഞിട്ടോ നമുക്ക് മരണം ഉണ്ടാവും. അത് കാലം പെട്ടെന്ന് അങ്ങ് പൊക്കോണ്ടിരിക്കും. നമ്മൾ അറിയാതിരുന്നാൽ പെട്ടെന്ന് സമയം പോവും, തിരിച്ചറിവുണ്ടാവത്തുമില്ല. അപ്പോൾ മരണം എപ്പോഴും ഉണ്ടെന്ന് മനസ്സിലാക്കി ജീവിച്ചാൽ എന്തുവരും? ഏത് അപകടത്തിൽ നമുക്ക് മരിച്ചാലും ഭഗവാൻ നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു എന്നുള്ള ചിന്തയിൽ ഈശ്വരൻ ലയിച്ചിരിക്കുന്ന ഒരു വ്യക്തിക്ക് അപകട മൃത്യു ആയാലും പരമാത്മാവിൽ ലയിക്കാം. കാരണം ഈശ്വരൻ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ. അതേസമയം മൃഗങ്ങളെ പോലെയാണ് നമ്മുടെ മരണമെങ്കിൽ നമുക്ക് അപകട മൃത്യു തന്നെയാണ്. ഇപ്പം വെള്ളപ്പൊക്കം വന്നാലും എങ്ങനെ മരിച്ചാലും ഭഗവാനേ എന്നുള്ള ചിന്ത നമ്മുടെ ഉള്ളിൽ ഏത് കർമ്മത്തിലും വരുമ്പോൾ നമ്മുടെ ഉള്ളിലും എപ്പോഴും അതിരിക്കുമ്പോൾ നമുക്ക് എങ്ങനെ മരിച്ചാലും ഈശ്വരങ്ങളിൽ എത്താം. അപ്പോൾ അതിന് അപകട മൃത്യു ആ ശരീരത്തിനേ ഉള്ളൂ. ആ ജീവൻ ഭഗവാൻ തന്നെ ചേരും. അറിയാതെ ആ സമയം നമ്മൾ അറിയാതെ ഇരിക്കുകയാണെങ്കിൽ ഈ ലോക ചിന്തയിലേക്ക് തന്നെ അയ്യോ ഞാൻ മരിക്കുന്നു, ഇവിടെ എനിക്കിതെല്ലാം പോയേ, എൻ്റെ കാര്യങ്ങളെല്ലാം എൻ്റെ മക്കളെ കണ്ടില്ലേ, ഇങ്ങനെയുള്ള ചിന്തയിലാണ് മരിക്കുന്നെങ്കിലോ നമ്മുടെ ജീവൻ അധപ്പതിച്ചങ്ങ് നീറി ഉള്ള കാലവും കിടന്ന് പിടഞ്ഞ് ലോകത്തെവിടേക്കേ സഞ്ചരിക്കും. എപ്പോഴെങ്കിലും ചിലപ്പം ജനിച്ചാലുമായി. അതിനാണ് ഈ പ്രേതം എന്നൊക്കെ പറയുന്നത് പോലെ. അല്ലാതെ ഈശ്വരനെ അറിഞ്ഞാണ് നമ്മുടെ മരണം എങ്ങനെയായാലും ഭഗവാനിൽ തന്നെ ചേരാം. അതുകൊണ്ട് മരണം വരുന്നുണ്ടെന്ന ചിന്തയോടെ എപ്പോഴും സമയം വിനിയോഗിക്കുക. ഭഗവാനെ അവിടെ നിന്ന് ജയിച്ചാലും. ഇങ്ങനെയാണ് ഈ ആദ്യത്തെ ശ്ലോകത്തിൻ്റെ. രണ്ടാമത്തത്, നമ്മൾ കാര്യസാധ്യത്തിന് വേണ്ടി പലതരം ഉപായങ്ങൾ തേടുന്നു. എന്നാൽ മരണം ഉറപ്പാണെന്നും അത് വരുന്നുണ്ടെന്നും ആരും ഓർക്കുന്നില്ല. ഈ ലോകത്തുള്ള ചിന്തയിലങ്ങ് മുഴുകുമ്പോൾ മറ്റതങ്ങ് മറന്നു പോകും. ഈശ്വരാനുള്ള ചിന്തയില്ല. പിന്നെ ഈ ലോക സുഖത്തിലേക്ക് അങ്ങ് ഇടപെട്ട് വരുമ്പോൾ ഇതാണ് വലുത്, ഈശ്വരനുള്ള ചിന്തയേ ഇല്ല. അപ്പോൾ പിന്നെ മരണമുള്ള എവിടെ വരാനാ? ഇതിനകം വെച്ചങ്ങ് മരിച്ചും പോകും, ഒരു രക്ഷയില്ല. പിന്നെ നമ്മൾ ഈ നരകക്കുഴി തന്നെയാണ്. അപ്പോൾ ഭഗവാനുള്ള ചിന്തയില്ല. പല കാര്യസാധ്യത്തിന് വേണ്ടിയാണ് നമ്മൾ ഈ ഓടി നടക്കുന്ന മൊത്തവും. അങ്ങനെ പലതരം ഉപായങ്ങളും ഒക്കെ തേടിയിട്ടും മരണം ഉറപ്പാണെന്നും അത് വരുന്നുണ്ടെന്നും ആരും ഓർക്കുന്നില്ല. ഓർക്കുന്നവർ തന്നെ ചുരുക്കമാണ്. അത് അടുത്തങ്ങോട്ട് ഇല്ലാതാനും. ഇപ്പം നമ്മളൊരു പരിസരത്ത് ഒരു പ്രദേശത്ത് നോക്കിയാൽ അവിടെ ഒന്നിനെയും കാണത്തില്ല. 4-5 ദേശത്തിനകത്തങ്ങനെ 1-2 പേര് കാണും മരണം എപ്പോഴും ഉണ്ടെന്ന് ചിന്തിക്കുന്ന മഹാത്മാക്കൾ വെച്ചാൽ ഈശ്വരനെ അറിയുന്ന, പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ. അവർക്കറിയാം ദൈവമേ എന്തോ അപകടങ്ങൾ വരാം, എപ്പോഴും വരാം, ഭഗവാനെ കാത്തോളണേ, ഒരു അപമൃത്യം വരുത്തല്ലേ ഇങ്ങനെ പ്രാർത്ഥിച്ചും എന്ത് ചെയ്യുമ്പോഴും ഈശ്വരാരാധനയിൽ മുഴുകിയിരിക്കുന്നത് ദേശത്തൊന്നും 1-2 ഇല്ല. ഒരു ജില്ലയിലങ്ങനെ 1-2 കാണുകയുള്ളൂ. അപ്പോൾ മനസ്സിലാക്കണം അത് അടുത്തെങ്ങോട്ടില്ലാതാനും. കാരണം ഓർക്കുന്നവരോ അടുത്തെങ്ങുമില്ല, വളരെ കാലം കഴിഞ്ഞേ മരണം വരികയുള്ളൂ എന്നാണ് കരുതുന്നത് എല്ലാവരും. ഈ ലോകചിന്തയിൽ മുഴുകി നടക്കുന്നവരൊക്കെ ചിന്തിക്കുന്നത് ഞാൻ ജനിച്ചതല്ലേ ഉള്ളൂ, ഇപ്പോഴങ്ങ് ഒരു 90-100 കഴിഞ്ഞിട്ട് എനിക്ക് മരിച്ചാൽ മതി. നമ്മൾ പറഞ്ഞ കാണോ അങ്ങനെ അന്നേ ഞാൻ മരിക്കത്തുള്ളൂ, ഇപ്പോഴെങ്ങും ഞാൻ പോകത്തില്ല എന്നും പറഞ്ഞിങ്ങനെ കരുതി ഇരിക്കും. എനിക്ക് മറ്റുള്ളവർ ആര് മരിച്ചു കണ്ടാലും അത് അവരൊക്കെ മരിക്കട്ടെ, ഞാൻ മരിക്കത്തില്ല, എൻ്റെ അമ്മയും എൻ്റെ അച്ഛനും മരിക്കത്തില്ല, എൻ്റെ മക്കളും ഞാനും മരിക്കത്തില്ല എന്നാണ് അവരവർ ചിന്തിക്കുന്നത്.
എല്ലാവരും ഇങ്ങനെ ചിന്തിക്കും. പക്ഷേ എവിടെയെങ്കിലും ഒന്നോ രണ്ടോ പേരെ കാണൂ, എപ്പോഴും മരണം ഉണ്ട്. അതിന് നമ്മൾ എന്ത് വേണം? തയ്യാറെടുക്കണം, ഭഗവാനോട് തയ്യാറെടുക്കണം. ഭഗവാനേ, ദോഷങ്ങളൊന്നും വരുത്തല്ലേ, എപ്പോഴെങ്കിലും മരണമുണ്ട് ജനിച്ചാൽ, എന്നാലും ഭഗവാൻ കാത്തുകൊള്ളണേ, അവിടെ നേരായ മാർഗത്തിലേക്ക് എന്നെ വഴിതിരിച്ച് വിടണമേ എന്നുള്ള ചിന്തയിലിരിക്കണം. അത് മറ്റുള്ള എവിടെയെങ്കിലും ആരെങ്കിലും ഒന്നോ രണ്ടോ പേരെ ഉള്ളെന്ന് ഭാഗവതം പോലും പറയുന്നു. പിന്നെ കിമപി വിചാരിച്ചിടുകൽ, അതായത് മനുഷ്യജന്മത്തിൽ വിഷയസുഖം, നമുക്ക് ഇന്ദ്രിയ സുഖം, നമുക്ക് മനുഷ്യജന്മത്തിൽ ഇന്ദ്രിയ സുഖം നമുക്ക് മാത്രമല്ല ഉള്ളത്. അല്പം ഒന്ന് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവും മനുഷ്യജന്മത്തിൽ മാത്രമേ മുക്തി നേടാൻ കഴിയൂ എന്നുള്ളത്. ഈ മനുഷ്യജന്മത്തിന് മാത്രം ബാക്കി എത്ര ജീവിതങ്ങൾ, മൃഗങ്ങളും പക്ഷികളും എല്ലാം ഉണ്ട്, അവർക്കൊന്നും മുക്തി നേടാനുള്ള കഴിവില്ല. ആർക്കാ ഉള്ളത്? മനുഷ്യർക്ക് മാത്രമേ കഴിയൂ എന്ന് നമുക്ക് മനസ്സിലാക്കിയെങ്കിലേ ആവും. വെറും പൊടി കുഞ്ഞുങ്ങളെപ്പോലെ എപ്പോഴും 90 വയസ്സിലും ഈ ലോക ചിന്തയിൽ ഇങ്ങനെ മുഴുകി കിടക്കുന്ന വയസ്സ് എന്നാലും അവർ മനസ്സിലാക്കാത്തവരും ഉണ്ട്, മുക്തി എന്തെന്ന് പോലും അറിയാത്തവരുണ്ട്. പക്ഷേ എന്നാൽ അറിയുന്നവർക്കറിയാം. അവർ ചിന്തിക്കും, മനുഷ്യർക്ക് മാത്രമേ ഈശ്വരനെ ആരാധിക്കാനുള്ള കഴിവുള്ളൂ, അവർക്ക് മാത്രമേ മുക്തി നേടാനുള്ള കഴിവുള്ളൂ എന്ന് ചില മനുഷ്യർ ചിന്തിക്കും. അല്ലാത്തവർ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഈ ലോക സുഖത്തെപ്പറ്റി നടന്ന് അങ്ങ് മരിക്കും, അറിയത്തേയില്ല, മൃഗങ്ങളെപ്പോലെ. അപ്പോൾ ചിലർക്ക് ഇങ്ങനെ അറിയാൻ സാധിക്കും, മനുഷ്യജന്മത്തിൽ മാത്രമേ ഇത് നേടാൻ കഴിയൂ എന്ന് മനസ്സിലാക്കുന്ന കുറച്ച് പേര് കാണും. അതുകൊണ്ട് ഇന്ദ്രിയ സുഖം കൃമികളായി ജനിച്ചാൽ പോലും കിട്ടുന്നതാണ്. കൃമികൾക്ക് പോലും ഈ സുഖങ്ങളുണ്ട്. മനുഷ്യനെ അനുഭവിക്കുന്ന മറ്റ് സുഖങ്ങളെല്ലാം എല്ലാ ജീവജാലങ്ങൾക്കും ഉണ്ട്. കൃമിക്കും പുഴുവിനും മനുഷ്യർക്കുള്ളതുപോലെ മറ്റ് ഇന്ദ്രിയ സുഖം, കഴിക്കണം, ഉറങ്ങണം, പിന്നെ വിത്ത് ഉൽപ്പാദിപ്പിക്കണം, ഇങ്ങനെയുള്ള എല്ലാ സുഖങ്ങളും കൃമികൾക്ക് വരെ ഉണ്ട്. ഒന്ന് മാത്രമേ ഈ മറ്റ് ജീവജാലങ്ങൾക്ക് ഇല്ലാത്തത് മനുഷ്യർക്ക് ഒന്ന് മാത്രമേ അധികം പറ്റുള്ളൂ. മുക്തി കിട്ടാൻ മനുഷ്യർക്ക് മാത്രമേ സാധിക്കൂ, കൈവല്യ പ്രാപ്തി. അതുള്ള ചിന്ത അറിവുള്ളവർക്ക് മനസ്സിലാവും. അല്ലാത്തവർ കൃമിക്ക് തുല്യം. ഈ ലോകത്തിൽ മാത്രം അറിഞ്ഞ് ജീവിക്കുന്നവർക്ക് ആ മൃഗത്തിനും കൃമിക്കും തങ്ങളിൽ എന്താ വ്യത്യാസം? അപ്പോൾ ഭഗവാനെ തിരിച്ചറിയുക, മുക്തിക്ക് യോഗ്യത മനുഷ്യർക്കേ ഉള്ളൂ എന്ന് തിരിച്ചറിഞ്ഞ് നമ്മൾ അങ്ങനെ ജീവിക്കണമെന്നാണ് ഇതിൽ പറയുന്നത്. ഇതൊക്കെ അറിഞ്ഞെങ്കിലേ നമുക്ക് ഈശ്വരനിൽ പ്രേമം വർദ്ധിച്ച് ഭക്തി വർദ്ധിച്ച് ഈശ്വരനോട് രമിക്കാൻ പറ്റുകയുള്ളൂ. ഒരു നാമം തന്നെ നമ്മൾ കേൾക്കുമ്പോൾ അത് രമിക്കണമെങ്കിൽ എന്ത് വേണം? ഇത് ആദ്യം പഠിക്കണം. ഇനി കീഴിൽ ചെയ്ത ശുഭകർമ്മങ്ങളും അശുഭകർമ്മങ്ങളും, അത് ചീത്ത പ്രവൃത്തിയും നല്ല പ്രവൃത്തിയും, അതാണ് സുഖദുഃഖങ്ങൾക്ക് കാരണം. മുമ്പ് ചെയ്തിട്ടുള്ള നല്ലതും ചീത്തയുമായ പ്രവൃത്തികളാണ് പിന്നീട് ഈ ജന്മം അല്ലെങ്കിൽ അടുത്ത ജന്മം അതിൻ്റെ വാസന കൊണ്ട് സുഖത്തിനും ദുഃഖത്തിനും കാരണമായി തീരും. അപ്പോൾ ദുഃഖവും സുഖവും കൂടാതെ ഒരുവനും ഈ ജനനം എടുത്താൽ സുഖം മാത്രവും ദുഃഖം മാത്രവും ആർക്കും ഇല്ല. എന്തെങ്കിലും ദുഃഖവും സുഖവും ഇല്ലാത്തവരാരും തന്നെ ഇല്ല. അത് ചെറുതും വലുതുമായി പോകുന്നതേ ഉള്ളൂ. എന്തായാലും ഇത് രണ്ട് ഇടകലർന്നേ നമുക്ക് ആർക്കും പറ്റത്തുള്ളൂ. അവിടെ സുഖദുഃഖങ്ങൾ ഇടകലർന്നിരിക്കുന്നത് സാരം. അത് ഇല്ലാത്തവരാരും തന്നെ ജീവിതത്തില്ല. അങ്ങനെയുള്ളവരാണെങ്കിലോ അത് മുക്തി നേടിപ്പോകും. ദുഃഖമില്ലാതെ സുഖം, ആത്മീയ സുഖം, അത് മാത്രമുള്ളവരുണ്ട്. അവർ കഴിഞ്ഞ ജന്മങ്ങൾ ചെയ്ത സുഹൃത്തത്തിൻ്റെ ഫലമായാണ് ഈ ലോകത്തിൽ ഒന്നിനും ആനന്ദമില്ല. എന്തിനാ ആനന്ദം ഉള്ളത്? പരമാത്മാവിൽ ലയിക്കുക എന്നുള്ള ആനന്ദം, ആ ഒരു സുഖം, അത് നേടുമ്പോഴാണ് യഥാർത്ഥ പരമസുഖം കിട്ടുന്നത്, പരമാനന്ദം. അതുകൊണ്ട് ഇവിടെ ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഈ ലോക സുഖം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും സുഖവും ദുഃഖവും ഇടകലർന്നാണ്. അത് ഏറ്റക്കുറച്ചിലുണ്ടാകുന്നത് നമ്മുടെ കർമ്മഫലം പോലെ ഇരിക്കും. അതാണ് ഇതിൽ പറയുന്നത്. ഇത്രയും നമ്മൾ ഇത് പഠിച്ചെങ്കിലേ നമുക്ക് ഇത് മുന്നോട്ട് പോയി ഈശ്വരാരാധനയിലൊക്കെ ഭഗവാനെ കൃഷ്ണ എന്ന് നമ്മൾ വിളിക്കുമ്പോൾ നമ്മൾ ലയിക്കും. അന്നേരം ഇതെത്രയും ആയി തീരുമ്പോഴാണ്, ഇതെത്രയും നമ്മൾ ചിന്തിച്ച് മനസ്സിലാക്കി നമ്മുടെ ഹൃദയത്തിൽ ആ ഒരു പാഠം നമുക്ക് കിട്ടുമ്പോൾ സത്യസന്ധമായി ജീവിക്കാനും എല്ലാ കർമ്മത്തിലും ആഗ്രഹമില്ലാതെ ഫലേച്ഛ കൂടാതെ കർമ്മം ചെയ്യാനും നിഷ്കാമകർമ്മം, അതുപോലെ തന്നെ നിഷ്കളങ്കമായ ഭക്തിയും ഇതൊക്കെ വർദ്ധിച്ചെങ്കിൽ മാത്രമേ ഭഗവാനിൽ രമിക്കാൻ പറ്റൂ, ആനന്ദം അനുഭവിക്കാൻ പറ്റൂ. അതിൻ്റെ ചുവടുകളാണ് ഈ കിടക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതെന്നും ചൊല്ലി അതായി തീരാൻ പഠിക്കണം. അപ്പോൾ ഭഗവാനീ നാരായണ എന്ന് പറയുമ്പോൾ നമുക്ക് എന്തുണ്ടാകും? ആ അനുഭൂതി, ആ ഭഗവാന്റെ ആ ഗുണം. എന്താ ഗുണം? ചൈതന്യ ഗുണം. ആ പരമാത്മ സ്വരൂപമായിരിക്കുന്ന ചൈതന്യമൂർത്തി നമ്മുടെ ഉള്ളിൽ വസിക്കും. നമുക്ക് അപ്പോൾ തന്നെ മനസ്സിലാക്കാം. അത് ഭഗവാനിൽ രമിക്കാം. രാമ 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 എന്ന് ചൊല്ലുമ്പോൾ തന്നെ ആ ഉള്ളിൽ രാത്രി ഇരുള് മാറി പ്രകാശം നമ്മുടെ ഉള്ളിൽ ആയി കഴിയുന്നതെങ്കിൽ ഇത് പഠിച്ചു വരണം. എല്ലാവർക്കും ഇത് മനസ്സിലാകണം. ഇനിയും ബാക്കി നമുക്ക് അടുത്ത ദിവസം ഇതിൻ്റെ ബാക്കി
അറിയേണ്ടവർക്ക് ഇത് അറിഞ്ഞേ പറ്റൂ മക്കളെ. ഇത് നമ്മൾ പഠിച്ചെങ്കിലേ ഈ ഈ കൃപ എന്ന് പറയുന്നു. ഭഗവത് കൃപ എങ്ങനെ കിട്ടേണ്ടത്, ഇതെല്ലാം നമുക്ക് ഉള്ളിൽ വരുത്തണം. ഈ പ്രവൃത്തി ഇതൊക്കെ മനസ്സിലാക്കുക. നമുക്ക് ബാക്കി ഭാഗവതം വായിക്കാം. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ഭഗവാൻ കണ്ണൻ കൃഷ്ണൻ്റെ കള്ളത്തരങ്ങളാകുന്ന കുസൃതികളൊക്കെയാണ് നമ്മൾ വായിച്ചുകൊണ്ടിരുന്നത്. കാരണം ഈ ഗോപസ്ത്രീകളായിട്ട് എപ്പോഴും കുഞ്ഞങ്ങനെയല്ലയോ, അവരെല്ലാം അത്ര സ്നേഹത്തോടെ ലാളിക്കുമ്പോൾ ഈ കുഞ്ഞിന് വല്ല വ്യത്യാസമുണ്ടോ? സ്വന്തം മാതാവിനെ പോലെ തന്നെയാണ് എല്ലായിടും കാണുക. പക്ഷേ എപ്പോഴും ചെല്ലുമ്പോൾ കുഞ്ഞിനെ അറിയത്തില്ലല്ലോ, കുഞ്ഞുങ്ങൾക്ക് ഒരിക്കലും ഇത് അറിയത്തില്ല. പക്ഷേ മറ്റുള്ളവരിത് കാട്ടിക്കൂട്ടി ഇങ്ങനെയൊക്കെ അവരുടെ ജീവിതത്തിൽ വെച്ചേക്കുന്നതാണ് എന്നൊക്കെ വലിയവർക്കല്ലേ അറിയാം. കുഞ്ഞ് ചെല്ലുമ്പം വെണ്ണയും വേണം പാലും വേണം എപ്പോഴും. അപ്പോൾ അവർ കൊടുത്തിട്ടും പോരാതെ വരുമ്പോൾ അവർ നോക്കി നിൽക്കും, കുഞ്ഞ് എടുക്കുന്നോന്ന്. അപ്പോൾ ഇവരെന്താ മാറി പോകാത്തേ എന്നുള്ള വേദനയും ദേഷ്യവും എല്ലാം കൂടെ അങ്ങോട്ടായിട്ട് എന്ത് ചെയ്യും? ഇവർ മാറിപ്പോയില്ലെങ്കിൽ കുഞ്ഞ് എടുക്കാനായിട്ട് കാത്തു നിൽക്കും. വേല കാണിച്ചിങ്ങനെ പല അവരെ കളിപ്പിച്ചും ചിരിപ്പിച്ചൊക്കെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഇവർ അതും കണ്ടിങ്ങനെ നിൽക്കും. കുഞ്ഞ് നോക്കുമ്പോൾ വെണ്ണ എടുക്കാനും പറ്റുന്നില്ല. ഈ ജനനി, ഈ മാതാവ്, എല്ലാം കുഞ്ഞിൻ്റെ മാതാക്കളാണല്ലോ അവിടെയുള്ള എല്ലാ ഗോപസ്ത്രീകളും. അപ്പോൾ അവർ മാറിപ്പോയില്ലെന്നാകുമ്പോൾ കുഞ്ഞ് അകത്തേക്ക് അങ്ങ് കയറിപ്പോവും. കയറിപ്പെട്ട് ഉറങ്ങിക്കിടക്കുന്ന കുഞ്ഞുങ്ങളെ നുള്ളി കരയിക്കും. ആ ദേഷ്യം അവിടെ അങ്ങ് തീർക്കും. അത് സാധാരണ കുട്ടികൾ അങ്ങനെയല്ലേ, അവരവരുടെ വീട്ടിൽ നിന്ന് എടുക്കണക്കല്ലേ കുഞ്ഞുങ്ങൾക്ക്. അതുകൊണ്ടാണ് നമ്മളത് വായിച്ചത്. നമുക്ക് അവർക്കൊക്കെ ഇത് അന്നത്തെ കാലം എന്തൊരു ഭാഗ്യമായിരുന്നു. അവരുടെ ആ സ്ത്രീകൾക്കെല്ലാം ഈ കുഞ്ഞിനോടുള്ള അതാണ്. അത് ഭഗവാന്റെ ലീലകളും അങ്ങനെ തന്നെയാണ്. നല്ല നേരം പോക്ക് പറഞ്ഞ് അവരെ ചിരിപ്പിക്കുകയൊക്കെ ചെയ്തിട്ട് ഇടയ്ക്കൂടെ അവസരം കിട്ടുമ്പോൾ ചെന്ന് മോട്ടിക്കുകയും ചെയ്യും. നമുക്കത് ബാക്കി വായിക്കാം. നേരെ കൊടുക്കുന്നവയും പരിഗ്രഹിച്ച് ആരോമലംബുജലോചനൻ പിന്നെയും നീളേ നടന്നു പാൽവെണ്ണ കട്ടിയിടുവാൻ പാളി നിന്നാൽ ഇളമാൻ മിഴിമാരവർ വേർപെടാഞ്ഞാൽ അകമ്പുക്ക് പോയി ചെന്ന്. അങ്ങനെ നീളം നടക്കും, പാൽവെണ്ണ കടക്കാൻ അവസരം നോക്കി നടക്കും. അവ പാളി നിൽക്കുന്നത് ഒക്കുന്നില്ലല്ലോ, ഈ സുന്ദരിമാർ മാറിപ്പോകുന്നില്ലല്ലോ. വേർപെട്ട് മാറി നിന്നെങ്കിലേ എനിക്ക് ഇച്ചിരി മോട്ടിക്കാൻ പറ്റൂ. വേർപെടാഞ്ഞാൽ എന്ത് അകമ്പുക്ക് പോയി ചെന്ന് അകത്തേക്ക് പോകും, മുറിക്കകത്ത് കയറിപ്പോയി കുഞ്ഞുങ്ങളെ കോപം മറച്ചു വെച്ച് മുഖം ഒരു വളിച്ച് ഇരിക്കും. കാരണം കോപമൊന്നും എനിക്കില്ലേ എന്ന് കാണിക്കും. പക്ഷേ എന്തുവാ പാളി എന്ന് വെച്ചാൽ ഒരു വല്ലായ്മ മുഖത്ത് കാണും. കിട്ടാൻ ഞാനില്ല കോപം മറച്ചു വയ്ക്കും. എനിക്ക് കുഴപ്പമൊന്നുമില്ല. മണ്ടില്ല കുട്ടികളെടുക്കുന്നത് കണ്ടില്ല, കോപം അവിടെ അങ്ങ് ഇറക്കി വയ്ക്കും. കൊച്ചുങ്ങളെ നുള്ളിക്കരയിക്കുമ്പോൾ കോപം മറച്ചു വച്ചേറെ ലളിതമാം അത്ര എനിക്ക് വിഷമമൊന്നുമില്ല വെണ്ണ കിട്ടിയില്ലെന്നും പറഞ്ഞെന്നുള്ളത് സന്തോഷത്തോടെയൊക്കെ അത് അഭിനയം നടിച്ചങ്ങ് പോകും. യഥാർത്ഥത്തിൽ ഉള്ളം പെടയോ എനിക്ക് കിട്ടിയില്ലല്ലോ വെണ്ണ എടുക്കാൻ പറ്റിയില്ലല്ലോ. പക്ഷെ പുറമേ ഇവർ അറിയാതിരിക്കാൻ ചിരിച്ചൊക്കെ കാണിക്കും, വിഷമമില്ലെന്ന് അറിയിക്കാൻ. എന്നിട്ട് ചെന്ന് കോപം മറച്ചു വച്ചേറെ ലളിതമായ ലീലകളാ കളികൾ എന്താ മൃദുഹാസേന സംസ്കരിച്ച് ആലംബഭൂതൻ ഈ ഭഗവാൻ കണ്ണൻ ഉറങ്ങിക്കിടക്കുന്ന ബാലന്മാർ തമ്മേ നുള്ളിക്കരയിച്ചും അപ്പോലെ പലതരം മറ്റു ഓരോ വിധം അങ്ങനെ പല രീതിയിലാണ് കുഞ്ഞവിടെ കാട്ടിക്കൂട്ടുന്നത്. എന്നാൽ ഈ പെണ്ണുങ്ങൾ മനസ്സിലാക്കണ്ടേ, എനിക്ക് ഈ കുഞ്ഞിന് ഇത് കിട്ടാനായിട്ടാണ് ഇതൊക്കെ കാണിക്കുന്നത്, ഇത്തൂടെ കൊടുത്തു കളയാം. പക്ഷേ അവരുടെയൊക്കെ ജീവിതമാർഗ്ഗങ്ങളായതുകൊണ്ട് അവരെ കുറ്റം പറയാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ കണ്ട് എല്ലാം കൊണ്ടും വിഷമമാണ്. കുഞ്ഞിനെ കൊടുത്തില്ലാത്ത വിഷമമുണ്ട്, മറ്റവരെ ദുഃഖിപ്പിക്കാനും പറ്റുന്നത്. എനിക്ക് രണ്ടും വയ്യാത്തൊരവസ്ഥയാണ്. എനിക്ക് എന്ത് പറയണമെന്ന് എനിക്ക് തന്നെ അറിയില്ല. കുഞ്ഞിന് ആവശ്യം പോലെ വെണ്ണ കുടുംബത്ത് അമ്മ കൊടുക്കുന്നുണ്ട്, ഇവരെല്ലാം കൊടുക്കുന്നുണ്ട്. പക്ഷേ കുഞ്ഞിനതൊന്നും പോരാ. അപ്പം കുഞ്ഞിൻ്റെ വിഷമവും എനിക്ക് സഹിക്കാൻ വയ്യ. എന്നാൽ സാധു സ്ത്രീകൾക്ക് ഇത് തന്നെ അഭയം. കാരണം ഈ വെണ്ണയും പാലും ഒക്കെ ആണല്ലോ അവരുടെ ജീവിതമാർഗ്ഗം. അപ്പോൾ അവരെ ബുദ്ധിമുട്ടിക്കാനും കഴിയാത്തതുകൊണ്ട് ആരുടെ പക്ഷം നിൽക്കണമെന്ന് എനിക്കറിയാൻ വയ്യ. അതുകൊണ്ട് നമുക്കിത് വായിച്ച് സന്തോഷിച്ച് പോകാം. അങ്ങനെ നാരിമാരെ ഭ്രമിപ്പിച്ച് അകറ്റിക്കളഞ്ഞോരോരോ അവസരം കണ്ട് ഓരോ മോഷണലീലകൾ കൈ തുടർന്നിടിനാൻ മേൽക്കുമേൽ. ഇങ്ങനെ ദിവസം ഇത് തന്നെ കണ്ണൻ്റെ പരിപാടി. അങ്ങനെ ഇരിക്കുമ്പോൾ ഭൂലോക പാലന തൽപരൻ ഈശ്വരൻ വാസനം തോറും ഏവം ജഗദീശ്വരൻ മാധവൻ ചെയ്യും ഉപദ്രവം കൊണ്ടഹോ. ഇങ്ങനെ ഭഗവാൻ കണ്ണൻ ജഗദീശ്വരൻ ദിവസം തോറും വാസനം തോറും പല ഉപദ്രവം ഇങ്ങനെ സഹിക്കാൻ വയ്യാതെ കറണ്ടങ്ങ് പോയി. നാരിമാരെ ഭ്രമിപ്പിച്ച് അകറ്റിക്കളഞ്ഞോരോരോ അവസരം കണ്ട് ഓരോ മോഷണലീലകൾ കൈ തുടർന്നിടിനാൻ മേൽക്കുമേൽ.
ഭൂലോകപാലന തൽപരനീശ്വരൻ വാസരം തോറുമേവം ജഗദീശ്വരൻ മാധവൻ ചെയ്യും ഉപദ്രവം കൊണ്ടഹോ പാരം പൊറുതികേടായി ചമഞ്ഞ് അങ്കനമാരവരേതും ഒന്നാവതല്ലാകയാൽ മാതാവിനോട് പറകിൽ മകനത് ചേതസാ ചെയ്യുകയില്ലെന്നതോർത്തമ്മയും പ്രീതിയോടെ പറഞ്ഞിടിനാൾ എൻ മകൻ നീതികേടാചരിച്ചിടുകയില്ലതേ. അവർ സഹിക്കാൻ വയ്യാതെ ചെന്ന് പിന്നെ എപ്പോഴും ദിനം ദിനമെന്ന് പറയുന്നതുകൊണ്ട് അവർ പിന്നെ ചെന്ന് സഹിക്കാന്ന് വെച്ചാൽ എന്താ പറയുക, അവർക്ക് സഹനമൊക്കെ ഉണ്ട്. പക്ഷേ ഇങ്ങനെയൊക്കെ കുഞ്ഞുങ്ങൾ ചെയ്യുന്നു എന്ന് അമ്മയടുത്ത് പറയുന്നതായിരിക്കാം. പക്ഷേ അന്നത്തെ ആ കാലത്ത് ഭഗവാനോട് അത്രമാത്രം സ്നേഹമുള്ള അമ്മമാരാണ് അവിടുത്തെ ഗോപസ്ത്രീകളെല്ലാം. അപ്പോൾ അമ്മയോട് നിന്ന് പറയുമ്പോൾ നമ്മളായാലും കുട്ടികൾ ചെയ്യുന്ന കാര്യങ്ങൾ പറഞ്ഞ് രസിക്കുകയും ചിരിക്കുകയും ചെയ്യുമല്ലോ. അങ്ങനെ മാതാവിനോട് ചെന്ന് പറഞ്ഞപ്പോൾ മകൻ അത് ചേതസാ ചെയ്യുകയില്ല എന്നതോർത്ത് അമ്മയ്ക്ക് ഒരിക്കലും വിശ്വസിക്കാൻ കഴിയത്തില്ല, കുഞ്ഞങ്ങനൊന്നും ചെയ്യത്തില്ല എന്ന് പറഞ്ഞിട്ട് പ്രീതിയോടെ സന്തോഷത്തോടെ പറഞ്ഞാൽ എൻ മകൻ നീതികേടൊന്നും ആചരിക്കത്തില്ല, എൻ്റെ കുട്ടി നല്ലവനാണ്, ഒരു തെറ്റും ചെയ്യത്തില്ല എന്ന് ആ ഗോപസ്ത്രീകളോടൊക്കെ പറയും. അങ്ങനെയോ നൂനം അറിയാതെ ചെയ്യുക, അങ്ങനെ അറിയാതെ ചെയ്യുന്നെങ്കിൽ അഹോപി തൻ മാനസേ, നിങ്ങൾ അറിഞ്ഞടങ്ങിയിടുവിൻ, നിങ്ങൾ ശ്രമിക്കൂ. കുഞ്ഞല്ലേ, പഠിക്കാനൊക്കെ പറ്റുമോ? കാരണം കുട്ടികളല്ലേ, അവർ അത്രത്തോളം സ്നേഹിക്കുന്നുകൊണ്ടാണല്ലോ കുഞ്ഞുങ്ങളെ ചെല്ലുന്നത്, അത് അവരറിയുന്നില്ല. പക്ഷേ കുഞ്ഞുങ്ങളെ സ്നേഹിക്കാൻ അങ്ങേയറ്റം സ്നേഹിക്കും, പക്ഷേ കുട്ടികൾ അതുകൊണ്ടാണ് മറ്റത് ചെയ്യുന്നതെന്ന് അവർ അതുകൂടെ ചിന്തിക്കണം. നമ്മൾ സ്നേഹിച്ചാൽ മാത്രമേ കുഞ്ഞുങ്ങളങ്ങനെ അടുക്കത്തുള്ളൂ. അടുക്കുമ്പോൾ അവർക്ക് താല്പര്യത്തോടെ എല്ലാം അടുത്ത് കഴിക്കാൻ അവർക്ക് തോന്നും, അത് അവരുടെ കയ്യിലെ കുറ്റമല്ല. അപ്പോൾ അതുകൊണ്ട് അമ്മ പറഞ്ഞു, യശോദാമ്മ പറഞ്ഞു, അവൻ അങ്ങനെ തെറ്റൊന്നും ചെയ്യത്തില്ല, എൻ്റെ മകൻ നല്ല കുഞ്ഞാണ്, നീതികേടൊന്നും ചെയ്യത്തില്ല. അങ്ങനെ അറിയാതെ ചെയ്യുന്നെങ്കിൽ നിങ്ങളങ്ങ് ക്ഷമിക്കൂ മാനസേ, നിങ്ങളങ്ങ് അറിഞ്ഞടങ്ങിയിടുവൻ, നിങ്ങളെ മനസ്സിൽ ആ കോപവും വിഷമമൊക്കെ അങ്ങ് കളയൂ. മോദമിയെന്നിനി വാസരം തോറും അങ്ങ് ആദരാലേഷ ഞാൻ എന്ന പോലെ ചിരകാലം ഉൾസ്നേഹന ലാളിപ്പതിനേതുമേ കാലമായില്ല ശാസിപ്പതിനൊട്ടുമേ. ഇവനെല്ലാവരും അങ്ങ് ആദരാലേഷ ഞാൻ എന്ന പോലെ ചിരകാലം ഉൾസ്നേഹമെന്നെ ലാളിക്കുക, ഏതുമേ കാലമായില്ല. എന്തിനാ ശാസിച്ച് അവനെ നേരെ വരുത്താനുള്ള സമയമായില്ലല്ലോ, കുഞ്ഞല്ലേ, പ്രായം കുഞ്ഞല്ലേ, അവനൊട്ടും വളർന്നില്ലല്ലോ, കുഞ്ഞല്ലേ, അങ്ങനെയൊക്കെ അവർ പറഞ്ഞു. അവിടെ നിങ്ങൾ അല്പം ക്ഷമിക്കൂ. കാലമായില്ല ശാസിപ്പതിനൊട്ടുമേ കേവലം ഏവം ജനനി മനോഹര രൂപികളോട് പറഞ്ഞയക്കുന്നത് ആമോദേന കേട്ടു നിന്നിടും ജഗന്മയൻ. അങ്ങനെ ഭഗവാൻ ഇതെല്ലാം കേൾക്കുന്ന കുഞ്ഞിനെ പരാതി പറയുന്നതും അമ്മ കുറ്റമൊന്നും ചെയ്യത്തില്ല, എൻ്റെ മകൻ നല്ല കുഞ്ഞാണ്, കുഞ്ഞല്ലേ, അവനെ അടിക്കാറൊന്നും ആയില്ല, വഴക്ക് പറയാൻ സമയമായില്ല, ഇതൊക്കെ പറഞ്ഞ് ജഗന്മൻ ഇത് സന്തോഷത്തോടെ ഇത് കേട്ട് നിന്നിട്ട് എന്ത് ചെയ്തു, മാതാവിനോടും തുടങ്ങിനാൻ മോഷണം. അങ്ങനെ എൻ്റെ മകൻ നല്ലവനാണെന്ന് പറഞ്ഞപ്പോൾ കുഞ്ഞെന്ത് ചെയ്ത്, എന്നാൽ അമ്മയ്ക്കും എന്നെപ്പറ്റി ഒന്ന് അറിഞ്ഞോട്ടെ എന്ന് പറഞ്ഞ് മറ്റുള്ള സ്ത്രീകളുടെ വീട്ടിൽ സന്തോഷമായിട്ട് എടുത്ത് കഴിച്ചപ്പോൾ പരാതിയായി, എന്നാൽ അമ്മയുടെ എന്നെ മോട്ടിച്ച് കഴിക്കാം എന്ന് കുഞ്ഞും വിചാരിച്ചു. അങ്ങനെ മാതാവിനോട് യശോദാമ്മയോട് തുടങ്ങി മോഷണം. പാൽ വെണ്ണ നിത്യം കുറഞ്ഞ് കാണുന്നത് എന്തായി വരുന്നു, പുനരെന്നറിയാൻ അവൾ ചേതസി സംശയം ചെറ്റു തുടർന്നഥ. പാലും വെണ്ണയൊക്കെ കുറഞ്ഞു വരുന്നത് എന്താ കാരണം, കുഞ്ഞ് ഇവിടെ വന്ന് മോഷ്ടിച്ച് തിന്നുന്നുണ്ടോ എന്ന് അമ്മയ്ക്കൊരു സംശയം തുടങ്ങി. എന്താ ഇങ്ങനെ, ഇവിടെ ഞാൻ ഇന്നലെ വെച്ച അത്രയും വെണ്ണയും പാലും ഒന്നും ഇത് കാണുന്നില്ലല്ലേ, അതെന്തോ പറ്റിയിട്ടുണ്ട് എന്ന് സംശയം ചേട്ട തുടർന്നിട്ട് വാസരം 6-7 പോയോരനന്തരം, അങ്ങനെ 6-7 ദിവസം അങ്ങ് കഴിഞ്ഞു. താൻ ഒരു നാൾ അഴകോട്, അങ്ങനെ ഈ അമ്മ എന്ത് ചെയ്തു, 5-6 ദിവസം കഴിഞ്ഞപ്പോൾ അഴകോട് ഇവിടെ കളി എന്ന് പറഞ്ഞാൽ കളിയായിരിക്കില്ല, കുളിപ്പതിനെന്നായിരിക്കും. കാരണം അവരെന്തായാലും കളിക്കാൻ പോവില്ല. കുളിപ്പതിന് ആനായർമാനിമാരുമായ അങ്ങനെ ബാലനെ ചങ്ങാതിമാരോരുടൻ മുലപ്പാലും കൊടുത്തിരുത്തി ഗമിച്ചിടിനാൾ. അങ്ങനെ ഇവർ കുളിക്കാനായിരിക്കും ആനായർ മാനിനിമാരുമായവരുടെ മറ്റ് തോഴിമാർ ഗോപസ്ത്രീകളായിട്ടൊക്കെ ഇവർ കുളിക്കാൻ പോയ കുഞ്ഞിന് പാലൊക്കെ നിറച്ച് മുലപ്പാലൊക്കെ കൊടുത്ത് മറ്റുള്ള കുട്ടികളോട് ഒപ്പം ഇരുത്തി കളിപ്പിക്കാൻ ഇട്ടിട്ട് ഇവർ ഗമിച്ചിടിനാൽ ഇവർ കുളിക്കാൻ പോയി. മറ്റുള്ള ഗോപസ്ത്രീകളോട് ഗമിച്ചിടിനാൽ അവരുടെ കൂടെ പോയി. തൽക്ഷണേ പത്മപത്രേഷണൻ മാധവൻ അക്ഷി മനോഹരൻ സുന്ദരൻ നന്ദനൻ ചിത്തേ വിചാരിച്ചു. അങ്ങനെ ഭഗവാൻ എന്ത് നല്ല തരം അമ്മ പോയല്ലോ. അപ്പോൾ അക്ഷി മനോഹരൻ, കണ്ണ് അത്രമാത്രം ശോഭയേറിയ സുന്ദരൻ നന്ദനൻ ചിത്തേ വിചാരിച്ചു. എന്താ മനസ്സിൽ വിചാരിച്ച് കണ്ടാൻ,
തികത്തിയ ദുഗ്ധം അകത്ത് അമ്മ വച്ചത് അറിയാതെ കൈക്കൊണ്ടെടുത്ത് നുകർന്നു കൊള്ളുവാൻ എനിക്ക് ഉൾക്കാമ്പിൽ നല്ലൊരവസരം. എനിക്കിപ്പോൾ നല്ല അവസരമാണ്. അമ്മ കുളിക്കാൻ പോയി അകത്ത് ദുഗ്ധം പാലകത്ത് വെച്ചത് അമ്മ വച്ചിട്ടുണ്ട്, അതറിയാതെ പോയി എടുക്കണം. നുകർന്നു കൊള്ളുവാൻ അടുത്ത് കഴിച്ചിട്ട് ഉൾക്കാമ്പിൽ നല്ലൊരവസരം. ഇങ്ങനെ ഉള്ളിങ്ങനെ അങ്ങോട്ട് അങ്ങ് വെമ്പുക. ഇപ്പം തന്നെ പെട്ടെന്ന് എടുക്കണം വെമ്പ് ഉള്ളം, കാരണം ഉള്ളത്തിലേക്ക് ചെല്ലണം ഈ പാല്. ഉൾക്കാമ്പിൽ നല്ല അവസരം ദുഗ്ധം അടുത്ത് കഴിക്കണം. അമ്മ പോയ തക്ക നോക്കി നല്ലൊരു സമയമാണല്ലോ എന്ന് കരുതിയിട്ട് അവസരം പാർത്ത് പുക്കാൻ അരികെ നല്ലൊരവസരം എന്നകം പുക്കാൻ അരികെ വിളങ്ങും സഖികളെ ഒക്കെ കുശൽ കൊണ്ടകറ്റി നിർത്തി ദ്രുതം. അപ്പോൾ കുഞ്ഞുങ്ങളുടെ അടുക്കലാണല്ലോ ഇരുത്തിയിട്ട് പോയേക്കുന്നത്. അപ്പോൾ ഈ കുട്ടികളെ എന്തു ചെയ്തു? സഖികളെ, കൂട്ടുകാരെ ഒക്കെ കുശൽ കൊണ്ട് കയ്യിലിരിക്കുന്ന ഓടക്കുഴലോ അല്ല എന്തെങ്കിലും കൊച്ചു കമ്പോ എന്നിട്ടെടുത്ത് അകറ്റി നിർത്തി ദൂരേക്ക് നിങ്ങൾ ആ ദൂരെ പോയി നിന്ന് കളിക്കുക എന്നൊക്കെ പറഞ്ഞ് കുഞ്ഞുങ്ങളെ ഓടിച്ചങ്ങോട്ടൊക്കെ വിട്ടു. ചിക്കനെ ചെന്ന് പാൽ വച്ചങ്ങ് തൂക്കിയ പെട്ടെന്ന് ചിക്കനെ ചെന്ന് അവരെ അങ്ങോട്ട് ദൂരോട്ടൊക്കെ മാറ്റി നിർത്തിയിട്ടില്ലേ? അമ്മ അവരും പറയത്തില്ലയോ ആ കണ്ണും കയറി മോട്ടിച്ച് കഴിച്ചു എന്ന് പറയത്തില്ല. അത് അവർ കാണാതെ അവരെ ദൂരെ കുശല കൊണ്ട് ദൂരെ മാറ്റിയിട്ട് പെട്ടെന്ന് ചെന്ന് പാൽ വച്ചങ്ങ് തൂക്കിയ ശിക്ക അതിന് കീഴകലെ ചുഴലവും. ചിത്തഭ്രമത്തോട് നോക്കി പിന്നെ ഇത്തിരി നീളമില്ല ഞുഴനീട് ഞാൻ നോക്കിയപ്പോൾ എത്തുന്നില്ല, ഉറിക്കകത്ത് പിടിച്ചിട്ട് എത്തുന്നില്ല. അങ്ങനെ ചിത്തഭ്രമത്തോട് മനസ്സങ്ങ് ഭ്രമിക്കുക. അമ്മ വന്നോ പിള്ളേർ കാണുമോ ഒരു വിപ്രതി. അങ്ങനെ നോക്കി ചെന്ന് ഇത്തിരി നീളം കൂടെ വേണം, കുഞ്ഞിന് എത്തുന്നില്ല. ഇത്തിരി നീളമില്ല ഉഴന്നീട് ഞാൻ അവിടെ നിന്ന് വിഷമിച്ച് എത്തുന്നില്ലല്ലോ എന്ന്. മുൽപ്പാട് ലോകത്രയത്തെ എല്ലാം പദം ഒപ്പിച്ച് മൂന്നായി അളന്ന ജഗൽഗുരു. എന്താ വാമനനായിട്ട് അവതരിച്ച ഭഗവാൻ നാരായണനിലെ ഈ 3 ലോകവും 2 അടി അളന്നിട്ടും തികഞ്ഞില്ല. എന്നിട്ട് മഹാബലിയുടെ ശിരസാണ് പിന്നെ 3ാമത്തെ പാദം വെച്ചത്. അപ്പോൾ അങ്ങനെയുള്ള ഭഗവാൻ അല്പം നീളം കൂടെ വെച്ച് അങ്ങോട്ട് എത്തിച്ചൂടെ? എന്നിട്ട് അവിടെ എന്ത് വന്നു? മുൽപ്പാട് ലോകത്രയത്തെ എല്ലാം പദം ഒപ്പിച്ച് 3ആയി അളന്ന ജഗൽഗുരു ശില്പമാൻ ഇപ്പോൾ ഇതിനെന്ത് ഉപായം? അപ്പോൾ ഇപ്പം എന്താണെന്ന് ചിന്തിക്കും. കാരണം ചിത്തഭ്രമം വന്ന് അമ്മ കാണും മോഷ്ടിക്കുകയല്ലേ, അതുകൊണ്ട് ഇതൊന്നും ചിന്തിക്കുന്നില്ല. എന്നാൽ ഭഗവാനെ ചിന്തിച്ചാൽ ഒന്ന് ഹനുമാനാണെങ്കിൽ വളർന്ന് എത്തും. ഇവിടെ ലോക ജീവിതത്തിൽ കണക്ക് ആയിപ്പോകുന്നു. ഈ ലോക ജീവിതത്തിലേക്കുള്ള ഇതായിപ്പോയി മനസ്സ്. കുഞ്ഞല്ലേ, അവതാരം മനുഷ്യരൂപമല്ലേ. അപ്പം ഈ ലോകത്തെ കുഞ്ഞുങ്ങൾ ചിന്തിക്കുമ്പോൾ അത് വരത്തില്ല. അപ്പോൾ എന്ത് വന്ന് എന്താ ഇതിൻ്റെ മാർഗം പറഞ്ഞ് ഇങ്ങനെ ചിന്തിക്കുക. ഒരു അല്പം കൂടെ നീളമുണ്ടെങ്കിൽ എനിക്ക് എത്തിയാനല്ലോ. അതുകൊണ്ട് ഒപ്പിച്ച് 3ആയി അളന്ന ജഗൽഗുരുവാണ് 3 ലോകവും. ആ ഭഗവാൻ ശില്പവാൻ ഇപ്പോൾ ഇതിനെന്താണ് ഉപായം എന്ന് ഇങ്ങനെ വിഷമിച്ച് പാർത്ത് എന്താ ഇതിന് പറ്റിയ, എനിക്ക് എത്തുന്നില്ലല്ലോ. അങ്ങനെ ശില്പമാൻ ഇപ്പോൾ ഇതിനെന്ത് ഉപായമെന്ന് ഉൾപ്പൂവിൽ ഓർത്തോർത്ത് കൽപ്പിച്ച് അരികത്ത് നിൽക്കും ഉലൂഖലം കണ്ട് ഉടറ്റോട് നിന്ന് ഉൾക്കരുത്തോട് അങ്ങ് ഇഴച്ചടുപ്പിച്ച് അവിടെ ഒരു ഉലൂഖലം ഒരു ഉരുൾ കിടന്ന് ആ ഉരുൾ അടുപ്പിച്ച് കൊണ്ടങ്ങ് വെച്ചു. അതിൻ്റെ മുകളിൽ കയറുന്ന എടുക്കാൻ നമുക്കിനി അടുത്ത പ്രാവശ്യം അതിനകത്ത് കയറി എടുക്കാൻ നമുക്ക് വായിക്കാം. എല്ലാവർക്കും നമസ്കാരം. ഓം ലോകാ സമസ്ത സുഖനോ ഭവന്തു. ഹരി ഓം ഹരി ഓം ഹരി ഓം.